ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽ ഫോർ ഇൻ്റർപ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. മോഡൽസ് ഫോർ ഇൻ്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. They are composed of a collection of concurrent processes interacting with each other by means of a network connection. അല്ലേ? ഇപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് സിസ്റ്റം, പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ത്രൂ ദ നെറ്റ്വർക്ക് കണക്ഷനാണ്. സോ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ IPC, ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ്. അതായത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകണം. അതിനുള്ള സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണം, അല്ലേ? ഇനി IPC എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഐദർ ടു എക്സ്ചേഞ്ച് ദ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഈ ഡിഫറൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. അല്ലെങ്കിൽ എന്തിനാണ്? ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് പ്രോസസ്. ഇറ്റ് ഹാസ് വാട്ട് ടൈസ് ടുഗദർ ദ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പം ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ പലയിടത്തായിട്ട് കമ്പോണൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടായിട്ട് കിടപ്പുണ്ട്. ഇത് തമ്മിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി ആവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ഒരു കൊഹറൻറ്റ് സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് യൂസർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യപ്പെടണം, അല്ലേ? അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടിയാവാം. എങ്ങനെയാണെങ്കിലും ഈ പ്രോസസ്സുകളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് IPC എന്ന് പറയുന്ന കോർ ഫീച്ചർ ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സെവറൽ ഡിഫറൻറ്റ് മോഡൽസ്, ഈ പ്രോസസ്സുകൾ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻറ്റ് മോഡൽസ് ഉണ്ട്. അത് IPCയിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, എമംഗ് ദ മോസ്റ്റ് റിലവൻറ്റ് വി ക്യാൻ മെൻഷൻ ഷെയർഡ് മെമ്മറി. അതായത് ഈ പ്രോസസ്സുകൾ ഷെയർഡ് മെമ്മറിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത്തരം IPC മോഡലുകളുണ്ട്. അതുപോലെ റിമോട്ട് പ്രൊസീജിയർ കോൾ, RPC, റിമോട്ട് പ്രൊസീജിയർ കോൾ. അത് തേർഡ് വണ്ണാണ് മെസ്സേജ് പാസിങ്. അപ്പോൾ ഈ 3 രീതിയിൽ ഉള്ള ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻസ് പോസിബിളാണ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഫസ്റ്റ് വൺ മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ദ അബ്സ്ട്രാക്ഷൻ ഓഫ് മെസ്സേജ് ഹാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എവല്യൂഷൻ ഓഫ് ദ മോഡൽ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൽ കമ്പോണൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറൻറ്റ് പ്ലേസസിലാവാം. അത് നെറ്റ്വർക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലേ? നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്നു ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദെയർ ആക്ഷൻ ഓൺലി ബൈ പാസിങ് മെസ്സേജസ്. അപ്പോൾ മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ ഈ പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺലി ബൈ പാസിങ് ദ മെസ്സേജസ്. ദ ടേം മെസ്സേജ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഒരു ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനാണ് പാസ്ഡ് ഫ്രം വൺ എൻറ്റിറ്റി ടു അനദർ. ഒരു എലമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ എൻറ്റിറ്റിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ മെസ്സേജ് എന്നിവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ ഫസ്റ്റ് വണ്ണാണ് മെസ്സേജ് പാസിങ്. മെസ്സേജ് പാസിങ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എക്സ്പ്ലിസിറ്റായിട്ട് നമ്മൾ പാസ് ചെയ്യുവാണ്. സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ് ഓഫ് ദ മെസ്സേജ് വേരി അക്കോർഡിംഗ് ടു ദ മോഡൽ. ഇത് മെസ്സേജ് പാസിങ് ഇൻ്റർഫേസ് MPI, ആ ഇൻ്റർഫേസിലൂടെ, അത് ഒരു എക്സാമ്പിളാണ്. ഇതിൽ മെസ്സേജിനെ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓരോ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മോഡലിനനുസരിച്ച് വേരി ചെയ്യും. ആ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ഇൻഫർമേഷൻ, ഒരു ഡിസ്ക്രീറ്റ് ഡാറ്റ, അതിനെ നമ്മൾ പാസ് ചെയ്യുന്നു. അതാണ് മെസ്സേജ് പാസിങ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വണ്ണ് റിമോട്ട്, ഞാൻ പറഞ്ഞു RPC, റിമോട്ട് പ്രൊസീജിയർ കോൾ. ഇതെന്ന് പറയുന്നത് ഒരു പ്രോസസ്സിൻ്റെ ബൗണ്ടറിയിൽ നിൽക്കാതെ നമ്മൾ മറ്റൊരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുവാണ്. ഓക്കെ, റിമോട്ട്
പ്രോസസ്സ് എക്സിക്യൂഷൻ ഓഫ് കോഡ് ഇൻ എ റിമോട്ട് പ്രോസസ്സ്, അതായത് നമ്മുടെ ലോക്കലി ഉള്ളതല്ല. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിലൊക്കെ ഈ ഈ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു റിമോട്ട് പ്രോസസ്സ് ഹോസ്റ്റ് എ സെർവർ കമ്പോണൻറ്റ് allowing client process to request the invocation of method and return the result of execution. അതായത് ക്ലയൻറ്റ് സെർവർ മോഡലിലൊക്കെ ആകുമ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് എങ്ങോട്ട് അയക്കും, നമ്മുടെ സെർവറിലേക്ക് അയക്കും. ആ സെർവറിൽ അത് ഇൻവോക്ക് ആയ ശേഷം അത് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തിരിച്ച് അയച്ചു കൊടുക്കും. അതേ കാര്യം അതാണ് ഈ റിമോട്ട് പ്രൊസീജിയർ കോളിലും നടക്കുക. ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ബൈ ദ RPC ഇംപ്ലിമെൻറ്റേഷൻ. അപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ട പ്രൊസീജിയർ ഏതാണെന്നും അതിന് വേണ്ട പാരാമീറ്റേഴ്സും കൊടുക്കുക. അത് നമ്മൾ റിമോട്ട്ലി എക്സിക്യൂട്ട് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, വാല്യൂ റിട്ടേൺ ചെയ്യും. ഇതാണ് റിമോട്ട് പ്രൊസീജിയർ കോളിൽ നടക്കുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിലെ തേർഡ് വൺ ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ്. ഫസ്റ്റ് വൺ മെസ്സേജ് പാസിംഗ് ആയിരുന്നു, ആൻഡ് സെക്കൻഡ് വൺ റിമോട്ട് പ്രൊസീജിയർ കോൾ, തേർഡ് വൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RPC മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൽ മെത്തേഡ് ഇൻവൊക്കേഷൻ എക്സ്പോസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് വഴിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എക്സ്ക്യൂസ് മീ. അപ്പം നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് RPC കൺസെപ്റ്റ് വെച്ച് തന്നെയാണ്. ഇവിടെ ഈച്ച് പ്രോസസ് രജിസ്റ്റേഴ്സ് എ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ് ദാറ്റ് ആർ ആക്സസിബിൾ റിമോട്ട്ലി. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ RPCയുടെ സെയിം, പക്ഷേ ഈച്ച് പ്രോസസ് രജിസ്റ്റേർഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻ്റർഫേസ്. ഓക്കെ, അതായത് ഇവിടെ ക്ലയൻറ്റ് പ്രോസസ് ക്യാൻ റിക്വസ്റ്റ് എ പോയിൻ്റർ ടു ദീസ് ഇൻ്റർഫേസ് ആൻഡ് ഇൻവോക്ക് ദ മെത്തേഡ്സ് അവൈലബിൾ ത്രൂ ദം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ദ മെത്തേഡ്സ് ദാറ്റ് ആർ റിമോട്ട്ലി എക്സിക്യൂട്ടഡ് ഓപ്പറേറ്റ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആൻ ഇൻസ്റ്റൻസ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ കോർബ, അതുപോലെ കമ്പോണൻ്റ് ഒബ്ജക്റ്റ് മോഡൽ COM, DCOM, അതുപോലെ ജാവ റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ. ഇതെല്ലാം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ്. നെക്സ്റ്റുമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഏജൻറ്റ് ആൻഡ് ആക്റ്റീവ് ഒബ്ജക്റ്റാണ്. ഓക്കെ, പ്രോഗ്രാമിങ്ങിൽ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഏജൻറ്റും ആക്റ്റീവ് ഒബ്ജക്റ്റും എടുത്താൽ നമ്മൾ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ഏജൻ്റ് ആണെങ്കിലും ഒരു ആക്റ്റീവ് ഒബ്ജക്റ്റ് ആണെങ്കിലും അത് ഏജൻ്റ് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ എക്സിസ്റ്റൻസേ നോക്കുന്നുള്ളൂ. അതായത് അത് റിക്വസ്റ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു their own കൺട്രോൾ ത്രെഡ് ഉണ്ടാവും, പർട്ടിക്കുലർ ത്രെഡ് ഉണ്ടാവും. അത് ആ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഏജൻ്റ് എന്നുള്ള രീതിയിലാവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ആവാം. ഓക്കെ, നെക്സ്റ്റ് വൺ വെബ് സർവീസാണ്. വെബ് സർവീസ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ RPC കൺസെപ്റ്റ് പ്രൊവൈഡ് ആൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RPC കൺസെപ്റ്റ് ഓവർ HTTP ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. നമുക്കറിയാം റിമോട്ട് പ്രൊസീജിയർ കോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതായത് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഈ സെയിം RPC കൺസെപ്റ്റ് ഓവർ HTTP പ്രോട്ടോക്കോൾ, അതാണ് നമ്മുടെ വെബ് സർവീസിൽ പോസിബിൾ ആകുന്നത്. ഇത് ഇൻട്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ്സ് ദാറ്റ് ആർ ഡെവലപ്ഡ് വിത്ത് ഡിഫറെൻറ്റ് ടെക്നോളജീസ് ഉള്ളതിനെ നമുക്ക് ഈ RPCയിലൂടെ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ പറയാനുള്ളത്
ഇതിൽ സോപ്പ്, അതായത് സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ ഒക്കെ നമ്മുടെ വെബ് സർവീസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസും അതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു എന്ന് ഒന്നുകൂടെ നമുക്ക് നെയിം മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്ത് പോവാം. മെസ്സേജ് പാസിംഗ്, RPC, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഏജൻറ്റ് ആൻഡ് ആക്റ്റീവ് ഒബ്ജക്റ്റ്. അതിനുശേഷം എന്താണ് പഠിച്ചത്? വെബ് സർവീസസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽസ് ഫോർ മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. ഏതൊക്കെ വേരിയസ് മോഡൽസാണ് അവൈലബിൾ എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ, ഓക്കെ, ഇവിടെ മോഡൽ ഫോർ മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. അത് സിമ്പിളാണ്. അതായത് നമ്മൾ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് ഓരോ കമ്പോണൻസിൻ്റെയും ഇൻട്രാക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ആദ്യത്തേത് പോയിൻ്റ് ടു പോയിൻ്റ് മെസ്സേജ് മോഡലാണ്. നമുക്കറിയാം പോയിൻ്റ് ടു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നെറ്റ്വർക്കിങ്ങിലും ഒക്കെ പഠിച്ചതാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവറും സെൻഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഇത് റിസീവർ ഇത് സെൻഡർ ആണെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? പെയർ ടു പെയർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പോയിൻ്റ് ടു പോയിൻ്റ് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ഇതിൽ ഇറ്റ് ഈസ് നെസസറി ടു നോ ദ ലൊക്കേഷൻ ഓർ ഹൗ ടു അഡ്രസ് അനദർ കമ്പോണൻറ്റ് ഇൻ എ സിസ്റ്റം. ഒരു റിസീവറിനെ അല്ലെങ്കിൽ സെൻഡർ അവരെ ഇൻഡിവിജ്വലി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ സാധിക്കുക. ദെയർ ഈസ് നോ സെൻട്രൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇവർ ഇപ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ക്യൂ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം റിസീവർ മെയിൻറ്റെയിൻസ് എ മെസ്സേജ് ക്യൂ വെയർ ദ മെസ്സേജസ് റിസീവ്ഡ് ആർ പ്ലേസ്ഡ് ഫോർ ലേറ്റർ പ്രോസസ്സിംഗ്. സെൻഡർ മെസ്സേജ് അയക്കും, റിസീവർ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നാൽ റിസീവർ അവിടെ ഒരു ക്യൂ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ക്യൂവിൽ നിന്നും വൺ ബൈ വൺ ആയിട്ട് മെസ്സേജുകൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് മോസ്റ്റ്ലി ഇത് 1 to 1 അല്ലെങ്കിൽ മെനി ടു 1 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പോയിൻ്റ് ടു പോയിൻ്റ് മോഡലിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജ് മോഡലാണ്. പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജ് മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ, അതായത് പബ്ലിഷർ എന്ന് പറയുന്ന ആൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, അതായത് ഇയാളുടെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇയാളുടെ മെസ്സേജ് റിസീവ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നോട്ടിഫിക്കേഷൻ കൊടുക്കും പബ്ലിഷർ. ഓക്കെ, ഒരു ട്രിഗർ, അതായത് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ട്രിഗർ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആ ട്രിഗർ വരും. അല്ലെങ്കിൽ പബ്ലിഷറുടെ റെസ്പോൺസിബിലിറ്റി എന്തുമാത്രമാണ്? ഇയാളുടെ മെസ്സേജ് പുഷ് ചെയ്യുക, പുഷ് സ്ട്രാറ്റജി. ഓക്കെ, പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നോട്ടിഫൈ ചെയ്യണം ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെന്നുള്ളതിന് ഒരു മെത്തേഡ് ഇൻവോക്കേഷൻ വഴി നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബർ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മെസ്സേജുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പബ്ലിഷേഴ്സിനെ ആവും അവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സ്പെസിഫിക് ഇവൻറ്റിന് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ആര് ചെക്ക് ചെയ്യണം? ഈ സബ്സ്ക്രൈബേഴ്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള മെസ്സേജ് ചെക്ക് ചെയ്ത് ആ മെസ്സേജ് എടുക്കേണ്ടത് ആരാണ്? സബ്സ്ക്രൈബറാണ്. ഇതാണ് പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജ് മോഡൽ. തേർഡ് വൺ ആണ് റിക്വസ്റ്റ് റിപ്ലൈ മെസ്സേജ് മോഡൽ. റിക്വസ്റ്റ് റിപ്ലൈ മെസ്സേജ് മോഡൽ എന്ന് പറയുമ്പോൾ ഏറ്റവും എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്?
എല്ലാ കമ്മ്യൂണിക്കേഷൻ മോഡലും ഈ റിക്വസ്റ്റ് റിപ്ലൈ മെസ്സേജിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രോസസ്സ് മെസ്സേജ് സെൻഡ് ചെയ്തു, ദർ ഈസ് എ റിപ്ലൈ. ദിസ് മോഡൽ ഈസ് ക്വൈറ്റ് പോപ്പുലർ. അതായത് ഒരു നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് എത്ര ഇൻവോൾവ് ചെയ്തു എന്നുള്ളത് ഇതിനകത്തൊരു ഇത് ഫോക്കസ് ചെയ്യുന്നില്ല. പകരം എന്താണ് നോക്കുന്നത്, പോയിൻ്റ് ടു പോയിൻ്റ് മെസ്സേജ് റിക്വസ്റ്റ് റിപ്ലൈ മോഡലിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ഈ 3 മോഡൽസാണ് നമുക്ക് മെസ്സേജ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുള്ളത്. പോയിൻ്റ് ടു പോയിൻ്റ് മെസ്സേജ് മോഡൽ, പബ്ലിഷ് സബ്സ്ക്രൈബ് മെസ്സേജ് മോഡൽ, റിക്വസ്റ്റ് റിപ്ലൈ മെസ്സേജ് മോഡൽ. ഓക്കെ, ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.